നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം ഹരി. ദി വാർ ഈസ് ഗോയിങ് ടു എൻ എൻഡ് എന്നാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഏറ്റവും ഒടുവിലെ ട്വീറ്റ്. അതായത് ഇറാനുമായുള്ള യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിക്കും. കാരണം ജയിക്കുമെന്നല്ല പറയുന്നത്, യുദ്ധം അവസാനിക്കുന്നത്. കാരണം ട്രംപ് പറയുന്നത് പേട്രിയോട്ട് മിസൈലില്ല, ടൊമഹോക്ക് മിസൈലില്ല, ഇനി അതെല്ലാം ഉണ്ടാക്കണമെങ്കിൽ US ഉൽപ്പാദന കേന്ദ്രങ്ങൾ കൂടുതലായിട്ടുള്ള ഉൽപ്പാദന കേന്ദ്രങ്ങൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് സമയമെടുക്കും. ഇനി മിസൈൽ ഉണ്ടാക്കിയിട്ട് ഇറാനെ ആക്രമിക്കാം എന്നുള്ളൊരു വാദഗതി. അത് ട്രംപ് പുറത്ത് മുഖമേനിക്ക് പറയുന്നത്. അകത്ത് US കനത്ത അടി കിടക്കുകയല്ലേ. FCRA പ്രശ്നത്തിലായാലും ഇറാനുമായുള്ള യുദ്ധത്തിൻ്റെ പ്രശ്നത്തിലായാലും എന്തായാലും ഈ 1-2 വിഷയങ്ങളിൽ സെനറ്റർമാർ തന്നെ ട്രംപിനെ എടുത്ത് ഉടുത്തിരിക്കുകയാണ്. പീറ്റ് ഹെഗ്സത്ത് എന്ന ട്രംപിൻ്റെ ഇതുണ്ടല്ലോ, നമ്മുടെ വിവിധ രാജ്യങ്ങളുമായിട്ടുള്ള യുദ്ധം തുടങ്ങുന്നതിന് മുമ്പുള്ള സമാധാന ചർച്ചകൾക്ക്, അതായത് ഇസ്രായേലുമായുള്ള ചർച്ചയ്ക്കൊക്കെ ഇറാനുമായുള്ള ചർച്ചയ്ക്കൊക്കെ US ഒരു വിദേശകാര്യ വക്താവായിട്ട് ലോകത്ത് മുന്നിൽ നിൽക്കുന്ന ഡിഫൻസ് സെക്രട്ടറി, അതായത് അയാളാണ് വിദേശകാര്യം പറയുന്നത്. US വിദേശ നയങ്ങളൊക്കെ മറ്റ് രാജ്യങ്ങളുടെ മുന്നിൽ പോയി അവതരിപ്പിച്ച് കാര്യം നേടിക്കൊണ്ടുവരുന്ന പീറ്റ് ഹെഗ്സത്തുമായിട്ട് ട്രംപ് ഉടക്കി എന്നുള്ള ഏറ്റവും പുതിയൊരു വാർത്ത. ട്രംപിൻ്റെ കാലിനടിയിലെ മണ്ണ് ഇളകിക്കൊണ്ടിരിക്കുകയാണ്. ട്രംപിൻ്റെ കാലിനടിയിലെ മണ്ണ് ചോർന്നു പോയിട്ട് കുറച്ചധികം കാലമായി. ട്രംപ് ഇങ്ങനെ വിടുവായത്തരം പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്തൊക്കെ ഒരു പല ഓർമ്മകളുടെ പുറത്ത് ഇങ്ങനെ പല കാര്യങ്ങളാണ് ട്രംപ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ പ്രത്യേകിച്ചൊരു കഥയുമില്ല. ഇപ്പം നമ്മൾ കൊറോണയുടെ സമയത്ത് ഫിനോയിൽ എടുത്ത് കുടിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞ കക്ഷിയാണ്. അപ്പോൾ അത്തരത്തിൽ ഈ രീതിയിൽ പല സ്റ്റേറ്റ്മെൻറ്റുകളും ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകാറുണ്ട്. അതിനെ നമുക്ക് ആ രീതിയിൽ തന്നെ തള്ളിക്കളഞ്ഞാൽ മതി. പക്ഷേ ഇപ്പോൾ അവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഭ്യന്തരമായി പല സംഘർഷങ്ങളും നേരിടുന്നതാണ്. അപ്പോൾ ട്രംപിനെ നിയന്ത്രിച്ചിരുന്ന ട്രംപിൻ്റെ പിറകിൽ നിന്ന് പല ആൾക്കാരും ഇപ്പോൾ ഇല്ല എന്നുള്ളതുകൊണ്ട് തന്നെ ട്രംപ് വലിയ ഒരു അനിശ്ചിതത്വത്തിലാണ്. അങ്ങനെ വരുമ്പോഴാണ് ഈ പീറ്റ് ഹെഗ്സത്തുമായിട്ടും അല്ലെങ്കിൽ മാർക്കോ റുബിയോയുമായിട്ടൊക്കെയുള്ള നിരന്തരമായ തർക്കം നടക്കുകയാണ്. അതിനെ ഡൈല്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കരോളിൻ ലെവിറ്റിനെ അവർ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ അതുകൊണ്ടൊന്നും പ്രത്യേകിച്ച് കാര്യമില്ല. വാൾ സ്ട്രീറ്റ് ഉൾപ്പെടെയുള്ള പത്രങ്ങൾ വളരെ വിശ്വസനീയമായ രീതിയിൽ തന്നെ ഈ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വളരെ കൃത്യമായ വിവരങ്ങളാണത്. അമേരിക്കയിൽ ആയുധങ്ങളില്ല എന്നുള്ളതാണ്, മിസൈലുകളില്ല. അപ്പം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അത്തരമൊരു സാഹചര്യത്തിൽ കൂടി കടന്നു പോകുമ്പോൾ ഇറാനുമായിട്ടോ മറ്റേതെങ്കിലും രാജ്യവുമായിട്ടോ യുദ്ധം മുന്നോട്ട് കൊണ്ട് ഇപ്പോൾ ഈ അടുത്ത സമയത്ത് വേറൊരു പ്രഖ്യാപനം നടത്തി. ഒരു ഇന്നർ ഇതിൽ കൂടെ അറിയാൻ കഴിഞ്ഞത്, ഇപ്പോൾ ഇവർ നമ്മുടെ ക്യൂബയെ പിടിച്ചെടുക്കുവാൻ ശ്രമിക്കുന്നു എന്നാണ്. വെനസ്വലയെ പോലെ തന്നെ ക്യൂബയെ പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നു. ഇങ്ങനെ ഈ പകൽ സ്വപ്നങ്ങൾ പലതും കണ്ടുകൊണ്ട് പല രാജ്യങ്ങൾക്ക് നേരെയുള്ള ആക്രമണം നടത്തുക, ഇത് വളരെയധികം എക്സ്ട്രീമിസ്റ്റ് ആയിട്ടുള്ള ഒരു തരം. ഇപ്പോഴും ട്രംപ് ഒരു വലിയ വീരവാദം മുഴക്കിയായിരുന്നു. US മിലിറ്ററിയാണ് അവിടുത്തെ നമ്മുടെ വെനിസ്വേലയുടെ പ്രസിഡന്റിനെ മഡൂറോയെ അറസ്റ്റ് ചെയ്തത്. അയാൾ ഇന്റർനാഷണൽ ക്രിമിനലാണ്. അയാളെ അറസ്റ്റ് ചെയ്ത് നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്നു. ഇനി അതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാകും. പീറ്റ് ഹെഗ്സത്ത് എൻ്റെ കൂടെ ഉണ്ടാകും ഇതിനൊക്കെ എന്നാണ് ഇപ്പോൾ ട്രംപ് പറയുന്നത്. അല്ല, പക്ഷേ അതിന് ട്രംപിൻ്റെ കൂടെ ഇവർ നിന്നാൽ പോരെ? ട്രംപ് പറഞ്ഞതുപോലെ ഇറാൻ യുദ്ധം അങ്ങ് നിർത്താൻ പോവുകയാണോ? ഇറാൻ ഒരു കാരണവശാലും യുദ്ധം ഇറാനാണ് ഇപ്പോൾ യുദ്ധം നിർത്താൻ തയ്യാറാവാത്തത്. അപ്പോൾ IRGCയെ സംബന്ധിച്ചിടത്തോളം IRGC ഒരു വലിയ ഗ്ലോബൽ ബിസിനസ് ഗ്രൂപ്പാണ്. IRGCക്ക് പല ബിസിനസ് താല്പര്യങ്ങളുണ്ട്. ഇറാൻ തകർന്നു പോയാലും IRGC പിടിച്ചു നിൽക്കും. കാരണം IRGC അത്രയും സമ്പന്നമാണ്. ഇപ്പോൾ പാകിസ്ഥാൻ ആർമി പോലെയാണ്, പാകിസ്ഥാൻ്റെ മിലിറ്ററി പോലെയാണ് IRGC. അവർക്ക് വലിയ ബിസിനസ് താല്പര്യങ്ങളുണ്ട്. ഇപ്പം അസീം മുനീറും അവരുമായിട്ട് വളരെയധികം നല്ല ക്ലോസ് കോർഡിനേഷനിലാണ്. അവരുടെ ആർമി ജനറലും ഇവരുടെ ജനറൽമാരും തമ്മിൽ വളരെയധികം അടുത്ത ബന്ധമുണ്ട്. ഇവരുടെ ഉദ്യോഗസ്ഥർ തമ്മിൽ അടുത്ത ബന്ധമുണ്ട്. ഇവർ തമ്മിൽ വളരെ വലിയ ബിസിനസ് ശൃംഖലകൾ കെട്ടിപ്പടുത്തുണ്ട്. ട്രംപിനും അതിലൊരു ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട് എന്നാണ് കേൾക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ അവർക്ക് ഈ IRGCക്ക്, പക്ഷെ പുറമേ ഇവർ പരസ്പരം ശത്രുതയിലാണ്. ഇവർ പറയുന്നതെന്നും പറഞ്ഞുകൊണ്ട് മറ്റൊരു കേൾക്കണമെന്നൊന്നുമില്ല മറ്റു പല കാര്യങ്ങളിലും. ആ IRGCയുമായിട്ട് നേരിട്ട് ട്രംപിന് ബന്ധമില്ല, അസീം മുനീറുമായിട്ട് നേരിട്ട് ട്രംപിന് ബന്ധമുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ പല നെറ്റ്വർക്കുകൾ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിച്ച് കളിക്കുകയാണ് ഈ യുദ്ധം. IRGC ഒരു കാരണവശാലും ഈ യുദ്ധത്തിന് കീഴടങ്ങുവാനായിട്ട് തയ്യാറല്ല. അവർക്ക് സഹായം ലഭിക്കുന്ന അത്രയും കാലം യുദ്ധം നീട്ടിക്കൊണ്ടുപോകാനാണ് അവർ ശ്രമിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഇറാൻ്റെ ഭാഗത്ത് മസൂദ് പെഷഷ്കിയാൻ പറഞ്ഞു, വളരെ വിഷമത്തോടു കൂടി അദ്ദേഹം ഇൻ്റർവ്യൂവിൽ പ്രതികരിക്കുകയാണ്. ഈ യുദ്ധം ഉടനെ നിർത്താൻ ഞാൻ വിചാരിച്ചാൽ പോരാ, അത് IRGC വിചാരിക്കണം. IRGC ആണ് അവിടുത്തെ
ഇപ്പോൾ മൊജ്തബ ഖമനയി ഇല്ലാത്ത ഒരു സമയത്ത് മസൂദ് പെഷഷ്കിയാനോ അല്ലെങ്കിൽ അബ്ബാസ് അറക്ചിയോ ഖാലിബാഫോ ഒന്നും അല്ല അവിടെ നിയന്ത്രിക്കുന്നത് IRGC ആണ്. മുസ്തഫ എവിടെ പോയി മുസ്തഫ എവിടെ പോയെന്ന് അറിയില്ല. മുസ്തഫ എവിടെ പോയെന്നോ മുസ്തഫയെ കൊന്നു കളഞ്ഞു, IRGC കൊന്നു കളഞ്ഞു എന്ന് പോലും അറിയില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഒരു ആബ്സെൻസിൽ അതിലെ കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത് IRGC ആണ്. ഈ നേരത്തെ മുഹമ്മദ് ഖാലിബാഫിന് IRGCയുടെ ഒരു മെമ്പർ ആയിരുന്നു മുഹമ്മദ് ഖാലിബാഫിന് വളരെ സ്വാധീനം ഉണ്ടായിരുന്നു. ഈ ഖാലിബാഫ് പോലും തടങ്കലിലാണ് യഥാർത്ഥത്തിൽ. അവർ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് മാത്രമേ പ്രതികരിക്കാൻ പറ്റുള്ളൂ. ഇറാനിൽ പട്ടാള ഭരണം എന്ന് പറയുന്നില്ല നല്ലത്. തീർച്ചയായും ഇറാൻ പട്ടാള നിയന്ത്രണത്തിലാണ്. മസൂദ് പെഷഷ്കിയാൻ പോലും വളരെ സങ്കടത്തോടു കൂടിയാണ്, ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റ് വളരെയധികം സങ്കടത്തോടു കൂടിയാണ്. പാവ എന്നതിനപ്പുറം ഒരു നിർഗുണമാണ്. ഒന്നിനെക്കുറിച്ചും പ്രതികരിക്കാൻ അവർക്ക് സാധ്യമല്ല. അവർ വിചാരിച്ചാൽ ഒന്നും നടക്കില്ല, IRGC വിചാരിച്ചാലേ നടക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ട്രംപ് യുദ്ധം നിർത്തും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വിച്ചിട്ട പോലെ യുദ്ധം നിർത്താനൊന്നും പോകുന്നില്ല. അവർ തിരിച്ചടിക്കുന്നത് പക്ഷേ അമേരിക്ക അടിക്കാൻ പറ്റാത്തതുകൊണ്ട് ഗൾഫിൻ്റെ പല മേഖലകളിലേക്കുമായിരിക്കും അവർ അടിക്കുന്നത്. അതുകൊണ്ടാണ് സൗദി ഒരു ആൾട്ടർനേറ്റീവ് പ്ലാനുമായി വന്നിരിക്കുന്നത്. ഈ ആൾട്ടർനേറ്റീവ് പ്ലാൻ പോലും വീക്കാണ്. അപ്പോൾ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പറ്റില്ല. ബാബൽ അൽ മന്ദബ് യമൻ അടച്ചൊക്കെയാണ്. യമൻ അടച്ചു കഴിയുമ്പോഴത്തേക്കും അമേരിക്കയും സൗദി അറേബ്യയുമായിട്ടുള്ള ക്ലോസ് കോണ്ടാക്റ്റിൽ കൂടെ ഈ യമൻ്റെ ബാബൽ അൽ മന്ദബിനെ നമുക്ക് തുറക്കാൻ പറ്റില്ല. ഈ ഹോർമൂസിനേക്കാൾ ഡേഞ്ചറസ് ആണ് ബാബൽ അൽ മന്ദബ്. വളരെ വലിയ രീതിയിലുള്ള സീക്രട്ടായിട്ടുള്ള പല ഏരിയകളും പല വഴികളുമുള്ള ഒരു പ്രദേശമാണ്. അത് അവിടുത്തെ ഏറ്റവും ലോക്കൽസിന് മാത്രമേ അറിയാവൂ. അതുകൊണ്ടാണ് ഹൂത്തികൾ അവിടെ നിയന്ത്രിക്കുന്നത്. ഹൂത്തികൾ അടിച്ചു തീർക്കാൻ പറ്റാത്തതുകൊണ്ടല്ല, പക്ഷേ ഹൂത്തികൾ അതിൻ്റെ പല മേഖലകളിലേക്ക് കയറിപ്പോയി കഴിഞ്ഞാൽ ഇവർക്കൊന്നും കണ്ടെത്താൻ പോലും പറ്റില്ല. അടിച്ചു തരുന്ന ശേഷം ഈ കൊതുക് ബോട്ടിലൊക്കെ പോയി ചെന്ന് വേറെ ഏതെങ്കിലും മേഖലയിൽ പോയിരുന്നു കഴിഞ്ഞാൽ ഇവർക്കൊന്നും കണ്ടെത്താൻ പോലും പറ്റില്ല. റഡാർ എന്നല്ല, സാറ്റലൈറ്റ് പോലും പിടിക്കാൻ പറ്റില്ല. അത്രമാത്രം വളരെയധികം സെക്യൂറാണ് ആ പ്രദേശം. ആ ഭാഗത്തേക്കുള്ള ആക്രമണം ഇറാനും അങ്ങനെ ഈ ജോഗ്രഫിക്കലി ബ്ലസ്ഡ് ആയിട്ടുള്ളൊരു ലാൻഡ് ഏരിയയാണ്. ഈ ഗൾഫ് മേഖലകളെ പോലെ തുറന്നു കിടക്കുന്ന ഒരു പ്രദേശമല്ല, പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ടൊരു മേഖലയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇത്തരം ഏരിയകളുടെ ഒരു പ്രത്യേകത വളരെയധികം ഈ സീക്രട്ടായിട്ടുള്ള രഹസ്യമായിട്ടുള്ള സങ്കേതങ്ങൾ ഒരുപാട് നമുക്കവിടെ ഒളിച്ചിരിക്കാനും തക്കം പാർത്തിരുന്ന് ആക്രമിക്കുവാനൊക്കെ ഉള്ള ഒരു സങ്കേതമുണ്ട്. അതൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അവരിത് ഉപയോഗിച്ചുകൊണ്ട് തിരിച്ചാക്രമണം നടത്തും. ആ ആക്രമണത്തിൻ്റെ സാധ്യതകൾ ഉപയോഗിച്ച് പലരും ഇവരെ പ്രോക്സികളാക്കി മാറ്റിയാണ്. ഇപ്പോൾ റഷ്യയ്ക്ക് അവരെ പ്രോക്സിയാക്കി മാറ്റാം. റഷ്യയെ യുദ്ധം ചെയ്യുന്നതിന് പകരം നേരിട്ട് മറ്റവരെ കൊണ്ട് യുദ്ധം ചെയ്യിപ്പിക്കാം. ഇനി ചൈനയ്ക്ക് പ്രോക്സിയാക്കി മാറ്റാം. ചൈനയ്ക്കും ഇതിൻ്റെ ആവശ്യമുണ്ട്. റഷ്യയെ സംബന്ധിച്ചിടത്തോളം റഷ്യയെ ഒരു സമയത്ത് ഉപരോധം ഏർപ്പെടുത്തിയ നാറ്റോയെ കൊണ്ട് തന്നെ അമേരിക്കയ്ക്കെതിരെ തിരിയിപ്പിച്ചു ഇപ്പോൾ. അപ്പം റഷ്യയ്ക്ക് അതിൽ നിന്ന് ഒരു ലാഭമുണ്ട്. അപ്പം ഇങ്ങനെ പല രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലാഭത്തെ നേടിയെടുക്കുന്നത് ഇറാൻ ഈ പശ്ചിമേഷ്യൻ യുദ്ധത്തിലൂടെയാണ്. അപ്പം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമോ അല്ലെങ്കിൽ 3 രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമോ അല്ല യഥാർത്ഥത്തിൽ പശ്ചിമേഷ്യയിൽ നടക്കുന്നത്. അതൊരു 3ാം ലോക മഹായുദ്ധമാണ് എന്നുള്ളതാണ്. ആ 3ാം ലോക മഹായുദ്ധം തീർക്കുവാനായിട്ട് ട്രംപ് വിചാരിച്ചാൽ മാത്രം നടക്കില്ല. കാരണം അമേരിക്കയ്ക്ക് 2ാം ലോക മഹായുദ്ധത്തിൻ്റെ സമയത്തുള്ള വലിയ ശക്തിയൊന്നുമില്ല. അപേക്ഷിക്കാനേ പറ്റൂ. ഒരു മൾട്ടി പോളാർ വേൾഡിൻ്റെ കീഴിലാണ്. അമേരിക്കയുടെ ആയുധ ശേഖരം പോലും ചോർന്നു പോകുന്നു എന്ന് വാൾ സ്ട്രീറ്റ് ഉൾപ്പെടെയുള്ള റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാധ്യത നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ തീർച്ചയായും നമുക്ക് ഇത് ഇവിടെയൊന്നും നിൽക്കുന്ന ഒരു കാര്യമേ അല്ല. പിന്നെ മറ്റൊന്ന് FCRA വിഷയമാണ്. ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ FCRA വിഷയത്തിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിയാണ്. കാരണം ഇന്ത്യയെ അവർക്ക് പിണക്കാൻ പറ്റില്ല. ഇന്ത്യയെ പിണക്കിയാൽ നല്ല ഒന്നാം തരം പണി കിട്ടും. ഇന്ത്യ എല്ലാ രീതിയിലും നമ്പർ 1 ആണ്. ഒന്ന്, അവർക്ക് സോഫ്റ്റ്വെയർസിൻ്റെ മറ്റ് മേഖലകളിലാണെന്നുണ്ടെങ്കിൽ സ്കിൽഡ് ലേബേഴ്സ്, ഏറ്റവും വലിയ യൂത്ത് ഫോഴ്സ്, ഏറ്റവും വലിയ മാർക്കറ്റ്, അതോടൊപ്പം തന്നെ പല രാജ്യങ്ങളുമായിട്ടുള്ള ഇന്ത്യയുടെ സോഫ്റ്റ് പവർ അപ്രതീക്ഷിതമായ മുന്നേറ്റമാണ് നരേന്ദ്രമോദി വന്നതിന് ശേഷം നടത്തിയത്. അത് പല കാര്യങ്ങളിലും മോദി തന്നെ ഒരു സോഫ്റ്റ് പവറായി മാറുകയാണ്. മോദി ഒരു ബ്രാൻഡാണ്. അതോടൊപ്പം തന്നെ യോഗ, പല ഇപ്പോൾ ഹോളിവുഡ് സിനിമകൾ, ഇങ്ങനെ പല കാര്യങ്ങൾ. ഹോളിവുഡ് സിനിമകൾ വലിയൊരു മാർക്കറ്റാണ്. ഇപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ അറിയാം, ഹോളിവുഡ് സിനിമകളുടെ റിയാക്ഷൻ വീഡിയോസ് നമുക്ക് വളരെ ഹോളിവുഡ് മീൻസ് ഇന്ത്യൻ സിനിമകളുടെ റിയാക്ഷൻ വീഡിയോസ് നമുക്ക് പാശ്ചാത്യ രാജ്യങ്ങൾ ചെയ്യുന്നത് കാണാൻ പറ്റും. എന്താണ് ഈ സംഭവത്തിൻ്റെ പിന്നിൽ? വലിയൊരു മാർക്കറ്റാണത്. യൂട്യൂബ് വഴി ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഇത് കാണുന്നത്. ഇന്ത്യൻ ഫാൻസ് കൊണ്ട് തന്നെ അവർക്ക് ജീവിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ അവർ ഇതെടുത്ത് ഫോക്കസ് ചെയ്യുന്നുണ്ട്. അതുവഴി ഒരു മാർക്കറ്റ് സൃഷ്ടിക്കുകയാണ്, ഒരു ഇൻഡയറക്റ്റ് മാർക്കറ്റ് ഇന്ത്യ സൃഷ്ടിക്കുകയാണ്. അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് അവഗണിക്കാൻ പറ്റാത്ത രീതിയിൽ പ്രബലമായ ഒരു ശക്തിയായി മാറി. സമ്പത്തിനപ്പുറം
അതുകൊണ്ടാണ് ഇപ്പോൾ ചൈനയെ സംബന്ധിച്ചിടത്തോളം ചൈനയുടെ നോമിനൽ GDP യും ഇന്ത്യൻ GDP യും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ചൈനയുടെ ഫോറക്സ് റിസർവും ഇന്ത്യൻ ഫോറക്സ് റിസർവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അപ്പം ഇപ്പോൾ നമുക്ക് അവരുടെ ഒരു ടോട്ടൽ സമ്പത്ത് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു 24-23 ട്രില്യനാണ് ചൈനയെ സംബന്ധിച്ച്. നമുക്ക് 5 ട്രില്യനൊക്കെ ഉള്ളൂ. അപ്പം അവരുടെ GDP ഗ്രോത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ GDP ഗ്രോത്ത് 7.7 വർദ്ധിക്കുമ്പോൾ ഈ 25-ൽ നിന്നാണ് പിന്നീടുള്ളൊരു ഗ്രോത്ത് വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഗ്രോത്ത് അത്രയും ഭീമമായ എക്കണോമിയാണ്. ആ ഭീമമായ എക്കണോമിയിലൊരു മാറ്റമാണ് സംഭവം. പക്ഷേ അവർ ഭയക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇന്ത്യ അതിവേഗമാണ് ഇന്ത്യയുടെ GDP യുടെ ഗ്രോത്ത് വരുന്നത്. അതിവേഗം പല കാര്യങ്ങളിലും ഇന്ത്യ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. ഇപ്പം ഡിഫൻസ് രംഗത്ത് ഇന്ത്യൻ ആയുധങ്ങൾക്ക് ചൈനീസ് ആയുധങ്ങളെക്കാൾ ഡിമാൻഡാണ്. ഇന്ത്യ വളരെ ശക്തമായി ഇന്ത്യ അത്രയും വളരെയധികം കണ്ണിങ് ആയിട്ടാണ് അത് ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്. വളരെ വില കുറഞ്ഞ രീതിയിൽ അത് നിർമ്മിച്ചെടുക്കുവാനുള്ള സാങ്കേതിക വിദ്യകൾ ഇന്ത്യയിലുണ്ട്. ISRO എന്ന് പറയുന്ന ഇന്ത്യ ഒരു പ്രൈം പ്ലാറ്റ്ഫോം, അത് വളരെ എന്ന് പറഞ്ഞാൽ ലോകത്തിൽ തന്നെ ഇത്രയധികം നല്ല രീതിയിലൊരു കാര്യങ്ങൾ ചെയ്തു വരുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഇല്ല എന്നുള്ളതാണ്. വളരെ വില കുറഞ്ഞ രീതിയിൽ അത്രയധികം ലോകത്തെ മാറ്റിമറിക്കുന്ന രീതിയിലുള്ള സംരംഭങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ശക്തമായ പ്ലാറ്റ്ഫോം. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യയുടെ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, ഇന്ത്യയുടെ സ്കിൽ ഇന്ന് ലോകത്തിൽ മറ്റ് രാജ്യങ്ങളെക്കാൾ വളരെയധികം ശക്തമാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇന്ത്യയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല, ഇന്ത്യ പിണക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. അതാണ് ഈ FCR കാര്യത്തിലായാലും ഏത് കാര്യത്തിലായാലും ഇന്ത്യക്കെതിരെ വരുമ്പോഴത്തേക്കും ഈ ഒരു U-ടേൺ സംഭവിക്കുന്നത്. താരിഫിൻ്റെ കാര്യത്തിലായാലും ഇന്ത്യക്കെതിരെ വീണ്ടും താരിഫ് ചുമത്താൻ വേണ്ടിയിട്ടിരുന്നതാണ്. നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ വിഷയമാവും എന്ന് വിചാരിച്ചിട്ടാണ് അതിൽ നിന്നൊരു U-ടേൺ വന്നത്. അപ്പോൾ അത് മാത്രമല്ല, ഇന്ത്യൻ മാർക്കറ്റ്, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ പ്രോഡക്ട്സ് ഇന്ത്യക്ക് സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് US-ൻ്റെ ആവശ്യമില്ല. ഇൻഡയറക്റ്റ്ലി അത് അവിടെ എത്തിക്കോളും. പക്ഷേ US കഷ്ടപ്പെടും, ഇന്ത്യൻ മാർക്കറ്റ് നഷ്ടപ്പെടും. ഇന്ത്യ ഒരു ഉപരോധം ഏർപ്പെടുത്തി കഴിഞ്ഞാൽ US കഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ ലോകത്തിലെ പല രാജ്യങ്ങൾ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഒരു വലിയ ആശ്രയവും അഭയ കേന്ദ്രവുമാണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ അവർക്ക് U-ടേൺ. ഇനി മറ്റു കാര്യത്തിലേക്ക് നമ്മൾ വീണ്ടും തിരിച്ചു വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഇറാൻ യുദ്ധം ഒരു കാരണവശാലും ട്രംപ് നിശ്ചയിക്കുന്ന ഒരു ഭാഗത്തേക്ക് ഒരു രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു പരിപാടിയല്ല. അത് IRGC-യുമായിട്ട് വളരെ നല്ല രീതിയിലൊരു സൗഹാർദ്ദത്തിൽ ഏർപ്പെട്ട് പല രാജ്യങ്ങൾ തമ്മിൽ ഈ പ്രോക്സികൾ പരസ്പരം ഒന്ന് അടങ്ങി ഒരു സമാധാനത്തേക്ക് എന്തി ഒരു ലോകത്തിൻ്റെ മുഴുവൻ ഒരു പുതിയ UN-ൽ നിന്ന് മാറി മറ്റൊരു സംഘടനയുടെ പോലും ആവശ്യം വന്നേക്കാം ചിലപ്പോൾ. എങ്കിൽ മാത്രമേ ഇതിനൊരു സമാധാനപരമായിട്ടുള്ള അന്ത്യമുണ്ടാവൂ. ഇതെന്ന് അവസാനിക്കുമെന്നത് പോലും അറിയില്ല. അല്ലെങ്കിൽ ഇറാൻ പൂർണ്ണമായും നാമാവശേഷമാണ്. അത് 2-2.5 വർഷത്തെ ഒരു പ്രോജക്റ്റ് അതിന് ആവശ്യമാണ്. ഇപ്പോൾ അതിനൊരു പ്രോജക്റ്റ് ബ്ലൂ പ്രിൻ്റ് അവർ ഇറക്കിയിട്ടുണ്ട്. പക്ഷേ അതിന് ആയുധങ്ങളില്ല അവരുടെ കയ്യിൽ. കാരണം ഇറാനെ എങ്ങനെ ആക്രമിക്കാമെന്ന് അവർക്ക് മനസ്സിലായി. ഇറാൻ്റെ ഹോർമൂസ് പൂർണ്ണമായും തകർക്കുക, അത് കഴിഞ്ഞ് ഗൾഫിലേക്ക്, ഇപ്പോൾ ഗ്രേറ്റർ തൻബ, ലെസ്സർ തൻബു, അബു മൂസ ഐലൻഡ് എന്നൊക്കെ പറഞ്ഞാൽ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയുണ്ട്, അതിലേക്ക് അടിക്കുക. ദെൻ അവിടുന്ന് ഖുശസ്ഥാൻ മേഖല, അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖല, ഈ ഗാർഗ് ഒന്നും അല്ല, അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖല എന്ന് പറഞ്ഞാൽ ഖുശസ്ഥാൻ. ഇറാഖ്യൻ പ്രോക്സീസാണ് അത് ഇത് ചെയ്യുന്നത്, പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. അവിടെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇറാനെ നമുക്ക് പൂർണ്ണമായിട്ടും തീർക്കാം, ഇറാൻ്റെ സ്രോതസ് ഇല്ലാതാവും. അങ്ങനെ ഉള്ള മേഖലകളിലേക്ക് വേണ്ടിയിട്ടുള്ളൊരു ബ്ലൂ പ്രിൻ്റൊക്കെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷേ അവരുടെ കയ്യിൽ ആയുധം വേണം. അത് നഷ്ടപ്പെടുന്ന അവസ്ഥ, ആവശ്യമില്ലാത്ത ഇടപെടൽ കാരണം നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥ. ഇത് അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടി തന്നെ ലഭിക്കും. അമേരിക്ക ഇനി ചിലപ്പോൾ കരഞ്ഞ് കാല് പിടിക്കേണ്ടി വന്നാലും നമുക്ക് അത്ഭുതമില്ല. എന്തായാലും അമേരിക്ക ലോക ഭൂപടത്തിൽ തങ്ങളുടെ ശത്രു ലിസ്റ്റിൽ നിന്നും ഇന്ത്യ അടക്കം ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നറിഞ്ഞാൽ സന്തോഷമുണ്ട്. കാരണം ഇന്ത്യയുടെ വരുമാനത്തിൻ്റെ നല്ലൊരു ഭാഗം അമേരിക്കയിലുള്ളവർ ഇങ്ങോട്ട് അയക്കുന്നതും അല്ലെങ്കിൽ വിദേശ നാണ്യമാണ്, അല്ലെ? അമേരിക്കൻ വിദേശ നാണ്യം ഇന്ത്യയിൽ വരുന്നുണ്ട്, കാര്യം സ്ഥിരമായ തോതിൽ വരുന്നുണ്ട്, ഗൾഫ് പോലെ. അപ്പോൾ നമുക്ക് പ്രത്യാശിക്കാം ഇനി അങ്ങോട്ട് ട്രംപിന് കാര്യങ്ങൾ യഥാവിധി മനസ്സിലാകുമെന്നും ഇന്ത്യയെ പിണക്കിയാൽ ഇനി അങ്ങോട്ട് അമേരിക്കയുടെ അവസ്ഥ എന്താകുമെന്ന് വളരെ വ്യക്തമായി ഒരു സന്ദേശം തന്നെ ഇന്ത്യ കൊടുത്തിട്ടുണ്ട്. അത് പ്രകാരം ട്രംപ് മുന്നോട്ട് പോകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.